Hi dear students, next topic is 8.12 diagonalization of matrices. Diagonalization. എന്താണ് ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡയഗണലൈസേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇൻട്രൊഡക്ടറി ആയിട്ട് ഒരു കാര്യം പറയാണ്. Let A equal to A1, A2, A3, A4 and B equal to B1, B2, B3, B4. Then what is AB? AB എന്നുള്ള മെട്രിക്സ് എന്താണ് വരിക? A1, B1 plus A2, B3, right? ഇനി what is second entry? A1, B2 plus A2, B4, A3, B1 plus A4, B3. And A3, B2 plus A4, B4. ശരിക്കും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ എന്നുള്ള മെട്രിക്സിനെ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോ മെറ്റിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. അതേപോലെ ഈ റോനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ x1 എന്ന് വിളിക്കുക. അതേപോലെ ഇതിനെ നമ്മൾ x2 എന്ന് വിളിക്കുക. അപ്പൊ ശരിക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ AB can be written as this matrix multiplication AB can be written as AB equal to AX1 AX2. കാരണം ഇത് എന്ന് പറഞ്ഞാല് AX1 ആയിരിക്കും. അതായത് A എന്നുള്ള മെട്രിക്സ് നോക്കുക, A1 B1 plus A2 B3 is the first row and A3 B1 plus A4 B3 അതായിരിക്കും ഇത്. അതായത് ഈ A എന്നുള്ള മെട്രിക്സിനെ ഈ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും ഈ എൻട്രി ഫസ്റ്റ് ബ്ലോക്ക്. അതുപോലെ ഈ ബ്ലോക്ക് എന്തായിരിക്കും? A into x2 ആയിരിക്കും. സോ if A equal to എന്താ പറയാ A11, A12 etc. A1n B1 A21, A22 etc. A2n etc. AM1, AM2 n by n matrix AN1, AN2 etc. ANn and B equal to B11, B12 etc. B1n, B21, B22 etc. B2n etc. Bn1, Bn2 etc. Bnn. And if A and B are n by n matrices, AB can be written as A into this is AB will be AX1, AX2 etc. AXN. What is x1? First column of this x2 etc. This is xn. ഇത് ആണ് നമ്മൾ ഇൻട്രോഡക്ടറി ആയിട്ട് പറയുന്ന ഒരു കാര്യം. നെക്സ്റ്റ് ഡയഗണലൈസബിൾ മെട്രിക്സ്. എപ്പോഴാണ് ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുക, എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു മെട്രിക്സ് എപ്പോഴാണ് ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാം.
if there exists a non-singular matrix. Non-singular matrix means determinant not equal to 0. P such that P inverse AP equal to D, where D is a diagonal matrix. Then we say that the n by n matrix A is diagonalizable. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ അതിന്റെ ലെഫ്റ്റിൽ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കൊണ്ടും റൈറ്റിൽ അതേ മെട്രിക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ we say that the matrix A is diagonalizable. Okay. നെക്സ്റ്റ്, അപ്പൊ ഒരു മെട്രിക്സിന്റെ ഡയഗണലൈസബിലിറ്റി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ് എന്ന് നമുക്ക് ആ മെട്രിക്സിലേക്ക് നോക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. If that's a theorem or a result, if A, an n by n matrix A has n linearly independent eigenvectors k1, k2, etc. kn, then A is diagonalizable. ശരിക്കും പറഞ്ഞാൽ അത്രേ ആവശ്യമുള്ളൂ. ഒരു മെട്രിക്സിന് ഡിഫറെന്റ് ഐഗൺ വെക്ടേഴ്സിനെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഐഗൺ വാല്യൂസ് ഉണ്ടായാൽ മതി അല്ലെ? ഡിഫറെന്റ് ഐഗൺ വാല്യൂസിന് കറസ്പോണ്ട് ചെയ്ത് ഡിഫറെന്റ് ഐഗൺ വെക്ടേഴ്സ് അല്ലേ? അപ്പൊ മെട്രിക്സിന്റെ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഐഗൺ വാല്യൂസ് ആണെങ്കിൽ, അപ്പൊ ഒരു 2x2 മെട്രിക്സിന് രണ്ട് ഡിഫറെന്റ് ഐഗൺ വാല്യൂസ് കിട്ടിയാൽ അതിന് കറസ്പോണ്ട് ചെയ്തിട്ട് രണ്ട് ഐഗൺ വെക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. സോ those two eigenvectors are not linearly independent. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. Then the matrix is diagonalizable. That is important. Now ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ചോദിക്കും ചിലപ്പോ. പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നോക്കുക, A has n linearly independent eigenvectors. എന്നാല് let we prove this result for n equal to 3. ഒരു 3x3 മെട്രിക്സ് നമുക്ക് ആദ്യം ഇത് പ്രൂവ് ചെയ്യാം. അപ്പോ A എന്നുള്ളത് let A be a 3x3 matrix. Okay. അപ്പോ Aക്ക് let λ1, λ2, λ3 be 3 eigenvalues of A and k1, k2, k3 be the corresponding eigenvectors. Okay.
അപ്പോൾ എ എന്നുള്ള മെട്രിക്സിന് ഡിഫറൻ്റ് ആയിട്ടുള്ള 3 ഐഗൺ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 3 ഐഗൺ വെക്ടേഴ്സും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കിത് ഡയഗണലൈസബിൾ ആണ് എന്ന് കാണാൻ പറ്റും. എങ്ങനെ നോക്കുക? then what is k1 ഐഗൺ വെക്ടർ ആണ്, λ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് ഇത് k1, λ2 കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ ആണ് ഇത് k2, λ3 കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ ആണ് k3. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? നോക്കുക, ak1 ഈക്വൽ ടു λk1 അല്ലേ? ax ഈക്വൽ ടു λx അല്ലേ? എന്താ ലാംഡക്ക് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ കാണാന്. അപ്പൊ k1 ആണ് ഐഗൺ വെക്ടർ എങ്കിൽ ak1 ഈക്വൽ ടു λk1. അതേപോലെ ak2 എന്തായിരിക്കും? then ak1 ഈക്വൽ ടു ak1 equal to lambda k1, ak2 equal to lambda k2, and ak3 equal to lambda k3. Now, what will be let p equal to k1, k2, k3 എന്ന് പറഞ്ഞാല് നമ്മൾ k1 എന്നുള്ളത് ഒരു 3/1 മെട്രിക്സ് ആയിരിക്കും അല്ലെ? ഐഗൺ വെക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മള് എന്താ 1 0 -1 ഇങ്ങനത്തെ ഒരു വെക്ടർ ആയിരിക്കും k1, അതേപോലത്തെ മറ്റൊരു വെക്ടർ ആയിരിക്കും k2, അതേപോലത്തെ ഒന്നായിരിക്കും k3. ഇപ്പൊ 3 ഐഗൺ വെക്ടേഴ്സും ചേർത്ത് നമ്മൾ ഒരു മെട്രിക്സ് ഉണ്ടാക്കി p. Now what is AP? What is AP? AP equal to ak1, ak2, ak3 നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ. Now what is ak1? It's equal to lambda lambda1, lambda2, lambda3. What is lambda1 k1, lambda2 k2, lambda3 k3, right? Okay, this can be written as k1 k2 k3 into lambda1 0 0 0 lambda2 0 0 0 lambda3. Why? Okay, ഇതും തമ്മിൽ മൾട്ടിപ്ലൈ എന്ത് വരിക? ഈ k1 ഫസ്റ്റ് റോ k1 into lambda1 plus k2 into 0 plus k3 into 0 എന്താണ് വരിക? lambda1 k1 ആണ് വരിക. അതേപോലെ രണ്ടാമത്തെ റോനായിട്ട് മൾട്ടിപ്ലൈ എന്ത് വരിക? lambda2 k2. മൂന്നാമത്തെ റോനായിട്ട് മൾട്ടിപ്ലൈ എന്ത് വരിക? lambda3 k3 ആണ് വരിക. So AP equal to lambda1 k1, this equal to this, and this equal to, now what is k1 k2 k3? That is AP, this equal to PD, where p എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? k1 k2 k3 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Now what is D? Where D equal to lambda1 0 0 0 lambda2 0 0 0 lambda3. That is, അപ്പൊ നമുക്ക് എന്താ കിട്ടിയ? AP equal to PD. രണ്ടു ഭാഗത്തും p ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ എന്താവും? p ഇൻവേഴ്സ് AP എന്താവും? p ഇൻവേഴ്സ് PD. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്പോൾ p ഇൻവേഴ്സ് p എന്താവും? ഐഡന്റിറ്റി മാട്രിക്സ് ആവും. p ഇൻവേഴ്സ് AP equal to D ഡയഗണൽ മാട്രിക്സ്. ഡയഗണൽ മാട്രിക്സ് എന്താണ്? D equal to lambda1 0 0 0 lambda2 0 0 0 lambda3. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഈ പ്രോബ്ലം ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്ന ഈ റിസൾട്ട് ആണ്. ഒന്നാമത് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, നമുക്ക് ഒരു ഡയഗണലൈസേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ, ഒരു മെട്രിക്സിന് ഡയഗണലൈസേഷൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് രണ്ട് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഏതൊക്കെ? ഒന്ന് പിയും കണ്ടുപിടിക്കണം, ഒന്ന് ഡിയും കണ്ടുപിടിക്കണം. പി എന്നുള്ളതിന്റെ ഇൻവേഴ്സ് കാണണം അല്ലെ?
പി എന്നുള്ളതിന്റെ ഇൻവേഴ്സ് ഒക്കെ കാണണം, കുറെ പണി. പക്ഷെ പി കാണാൻ ഒരു ഐഡിയ ഈ പ്രൂഫില് തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പി എഴുതുക? എന്താണ് പി? പി എന്താണ്? K1, K2, K3. എന്താണ് K1? K1 is the eigenvector corresponding to the first eigenvalue lambda 1. K2 is the eigenvector corresponding to the second eigenvalue lambda 2. K3 is the eigenvector corresponding to the third eigenvalue lambda 3. This is our first observation. And second observation, what is D? D is a diagonal matrix. അത്ര മാത്രമേ ഉള്ളൂ. ഡിന്റെ ഡയഗണൽ എൻട്രീസ് എന്താണ്? ലാംഡ 1, ലാംഡ 2, ലാംഡ 3. That is, eigen values are the diagonal entries. ഡി എന്നുള്ള മെട്രിക്സ് നമുക്കിനി പെട്ടെന്ന് പറയാം. കാരണം നമ്മൾ മെട്രിക്സ് ഡിറ്റർമിന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 സോൾവ് ചെയ്താൽ നമുക്ക് ഐഗൺ വാല്യൂസ് കാണാം. ആ ഐഗൺ വാല്യൂസിനെ ഡയഗണലിൽ നിരത്തി എഴുതിയതും ബാക്കിയൊക്കെ 0 ആയതുമാണ് ഡി എന്നുള്ള മെട്രിക്സ്. ഞാൻ വാട്ട് ഈസ് പി? ഈ ഓരോ ഐഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് നമുക്ക് ഐഗൺ വെക്ടർ കാണാൻ കഴിയും. ആ ഐഗൺ വെക്ടറുകള് ഓരോന്ന് ഓരോ റോയിൽ എഴുതിയതാണ്, അല്ലെ? ഓരോ കോളമായിട്ട് എഴുതി ഒരു 3x3 മെട്രിക്സ് ഫോം ചെയ്താണ് പി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈസ് എ പ്രോബ്ലം. Diagonalize -5, 9, -6, 10. This is our matrix A. Diagonalize A equal to -5, 9, -6, 10 if possible. Possible എന്ന് പറയാൻ കാരണം ഐഗൺ വാല്യൂസ് ഡിഫറെന്റ് ആണെങ്കിലേ ഇത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 സോൾവ് ചെയ്യുന്നു. എന്തായിരിക്കും ഇതിന്റെ എൻട്രീസ്? -5, -λ 9, -6, 10, -λ ഈക്വൽ ടു 0. അതായത് എ എന്നുള്ള മെട്രിക്സിന്റെ ഡയഗണലിൽ നിന്ന് മാത്രം ലാംഡ കുറക്കുന്നു, ഡിറ്റർമിനന്റ് ഇടുന്നു, ഈക്വൽ ടു 0 പുട്ട് ചെയ്യുന്നു. So we have to solve this equation to find the values of lambda. So the multiply endara -5 minus lambda into 1 minus lambda plus 6 equal to 0. That is -50 plus 5 lambda minus 10 lambda plus lambda square plus 54 equal to 0. That is lambda square minus 5 lambda plus 4 equal to 0. That is lambda minus 1 into lambda minus 4 equal to 0. It is lambda equal to 1, 4. So there are two different lambda. ഈ ഓരോ ലാംഡക്കും കറസ്പോണ്ടിങ് ഉള്ള ഐഗൺ വെക്ടേഴ്സ് കാണണം. അപ്പോൾ കേസ് 1 lambda equal to 1. എങ്ങനെയാണ് lambda equal to 1 കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ കാണാം? a minus lambda I എന്താ പറയാ 1i 1 into I into x equal to 0 അല്ലേ? അപ്പോ ഇത് ശരിയാവുന്ന നമ്മൾ ഇവിടെ മെട്രിക്സിന് എക്സ് ഈ എക്സിന്റെ വാല്യൂസ് x1, x2, x3 കൊടുക്കുക. that is a minus lambda I എന്ന് പറഞ്ഞാൽ എന്താവും? എന്താണ് a എന്നുള്ള മെട്രിക്സ്? ഇതാണ് -5 -1 -5 9 -6 10 ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ മെട്രിക്സ്? -6 9 -6 9 തന്നെയല്ലേ? -6 9 ഇൻറ്റു എന്താ പറയാ, ഇവിടെ എ ബി ഏതെങ്കിലും ഒരു 2x2 മെട്രിക്സ് ആണാവാ.
നമ്മളതിന് x1 x2 എന്ന് കൊടുക്കുക. അങ്ങനെയല്ല നമ്മൾ കൊടുക്കല് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാന് ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈ മെട്രിക്സിന്റെ കോഎഫിഷ്യന്റ് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് സിംപ്ലിഫൈ ചെയ്യണം. -6 9 -6 9. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എന്താ വരിക? ഇതിന് R2 gives R2 minus R1 കൊടുത്താൽ സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ എന്താവും? -6 9 0 0 എന്നാവും. വീണ്ടും R1 gives R1 by -6 കൊടുക്കുക. Therefore this equivalent to this matrix reduces to 1 -9 by 6 എന്ന് പറഞ്ഞാൽ -3/2 അല്ലേ? 0 0. അപ്പോൾ ഇവിടെ ഈ മെട്രിക്സ് ഇക്വേഷൻ എന്തായി മാറും? Ax equal to 0 എന്നുള്ള, അല്ലെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യൻ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. 1 -3/2 0 0 into x1 x2 equal to 0 0 എന്ന ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. that is x1 minus 3/2 x2 equal to 0. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? x2 നമ്മൾ 2a കൊടുക്കുക, കാരണം ഈ 3/2 ഉള്ളതുകൊണ്ട്. x2 equal to 2a കൊടുത്താൽ x1 equal to എന്താ കിട്ടുക? 3/2 x2, that is 3/2 into 2a, that is 3a. So x1 equal to എന്താ പറയാ, k1 equal to എന്താണ് വരിക? 3a 2a എന്നാണ് നമുക്ക് k1 കിട്ടുക. അല്ലെങ്കിൽ a പുറത്തെടുത്താൽ a into 3 2 എന്നാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഈ 3 2 മതി. കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ടുള്ള ഈ നമ്പർ ആണ് നമുക്ക് ആവശ്യം. ഇതാണ് നമ്മളുടെ x1. ഇതിനെയാണ് നമ്മൾ k1 വിളിക്കുന്നത്. അതാണ് നമ്മൾ അപ്പോ k1 ഈക്വൽ ടു നമുക്ക് ആവശ്യമുള്ള k1 ഈക്വൽ ടു 3 2 ആയിരിക്കും. അതേപോലെ നമുക്ക് k2 കാണണം. k2 കാണാൻ ഇതേപോലെ നമ്മളുടെ മെട്രിക്സിൽ നിന്ന് ഏതാണ് കുറക്കേണ്ടി വരിക? 4 ആണ് കുറക്കേണ്ടി വരിക. മെട്രിക്സിൽ നിന്ന് 4 കുറച്ചാൽ -5 9 എന്താണ്? -5 9 -6 4 ആണ് നമ്മുടെ മെട്രിക്സ് കേട്ടോ. അപ്പൊ -5 -4 എന്ന് പറഞ്ഞാല് എന്താണ് വരിക? -9 ആണ് വരിക. 9 പിന്നെന്താണ്? -6 10 അല്ലെ? രണ്ടാമത്തെ എന്താണ്? -6 10 ആണ്. അപ്പൊ -6 6 എന്നാവും അല്ലെ? 10 - 4 -6 6 എന്നാവും. അപ്പോ R1 gives R1 by -9, R2 gives R2 by -6 എന്നായാല് നമ്മുടെ മെട്രിക്സ് എന്തായി മാറും? This 1 -1 1 -1 എന്നായി മാറും. R2 gives R2 minus R1. അതോടെ എന്തായി? ഈ മെട്രിക്സ് സെക്കൻഡ് റോ 1 -1 0 0 എന്നായി മാറി. ഇനി ഐഗൺ വെക്ടർ കാണണമെങ്കിൽ 1 -1 0 0 into x1 x2 equal to 0 0 എന്നുള്ള മെട്രിക്സ് സോൾവ് ചെയ്യണം. നമുക്ക് എന്താ കിട്ടുക? x1 minus x2 equal to 0. ഈ x2 equal to a കൊടുത്താൽ x1 equal to x2, x1 equal to x2 equal to a എന്ന് കൊടുത്താൽ we get the second eigenvector x2 as a or a into 1 1, so that k2 equal to 1 1. Therefore our k1 എന്തായിട്ട് 3 2 1 1. അപ്പോൾ 3 2 1 1. This is our matrix P. അപ്പൊ എന്താണ് നമ്മൾ ചെയ്ത്? k1 k2 ചേർത്ത് വെച്ചൊരു മെട്രിക്സ് ഫോം ചെയ്തു. This is our P. Now what is our D? What is D?
These also 1 and 4 are our eigenvalues. Eigenvalues order line ചെയ്ത 1 4 0 0 the rest. ഇതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി നമ്മളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. What is P inverse here? What is P inverse? 1 by determinant എന്ന് പറഞ്ഞാൽ 3 minus 2 ആണ്. 1 by 3 minus 2 ആണ് determinant. 1 by determinant into എന്താ കോഫാക്ടറിന്റെ ആദ്യം കോഫാക്ടറിന്റെ മെട്രിക്സുകൾ കാണണം അല്ലെ. എന്താ വരിക? -1 raised to 1 plus 1 into അല്ലെ, അതിന്റെ പൊസിഷൻ ഇൻറ്റു അതിന്റെ ഓപ്പോസിറ്റിന്റെ ഡിറ്റർമിനന്റ് 1 -1 raised to ഫസ്റ്റ് റോ സെക്കൻഡ് എലിമെന്റ് 1 plus 2 into 2 അല്ലെ. -1 raised to 2 plus 1 into ഈ എലമെന്റിന്റെ ഇത് എന്ന് പറഞ്ഞാൽ 1 -1 raised to 2 plus 2 into ഇതിന്റെ എന്ന് പറഞ്ഞാല് 3. ഇതിന്റെ ട്രാൻസ്പോസ് ആണ് വരിക അല്ലെ. കോഫാക്ടർ മെട്രിക്സിലെ ട്രാൻസ്പോസ് that is equal to 1 by 3 minus 2 പറഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ ഇത് എന്തായിരിക്കും 1 ട്രാൻസ്പോസ് എടുത്താല് ഇതായിരിക്കും സെക്കൻഡ് -1. ഇതെന്തായിരിക്കും -2 and 3. This will be the matrix P inverse അല്ലെ. ഇതല്ലേ P inverse വരിക 1 -1 -2 3. Now വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. What is P inverse AP? What is P inverse AP? 1 -1 -2 3 into what is A? What is A? -5 9. What is A? A equal to -5 9 -6 10. -5 9 -6 10 into what is P? P equal to 3 3 2 1 1. ഇത് മൾട്ടിപ്ലൈ, അതാണ് P ഇൻവേഴ്സ് AP. ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? 1 0 0 4 കിട്ടുമെന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ 3x3 മെട്രിക്സ്. അത് കുറച്ചുകൂടി പ്രോസസ്സ് കൂടുതലായിരിക്കും. A equal to 1 2 1 6 -1 0 -1 -2 -1. Can you diagonalize this matrix എന്നാണ് ചോദ്യം. ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം ഡിറ്റർമിനന്റ് A കാണണം. സോറി, ഡിറ്റർമിനന്റ് A - λ = 0 സോൾവ് ചെയ്യണം. ആദ്യം ഡിറ്റർമിനന്റ് 1 - λ 2 1 6 -1 - λ 0 and -1 -2 -1 - λ is determinant equal to 0. Now the determinant expand ചെയ്താൽ 1 - λ into എന്താണ് വരിക? -1 - λ whole square -0 -2 into 6 into -1 - λ 0 plus 1 into -12 minus ഒക്കെ വരും അല്ലെ. minus of plus -1 - λ ആണ് വരിക, right, equal to 0. That is 1 - λ into 1 plus λ whole square minus plus 12 into 1 plus λ പിന്നെന്താണ് വരിക? -12 plus 1 plus λ എന്നാണ് വരിക അല്ലേ. -12 minus 1 plus λ
equal to 0. മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്താല് എന്താ +12 -12 ക്യാൻസൽ ആവും. എന്താ that is 1 minus lambda into 1 plus lambda whole square plus 12 cancel ആവും -12 നായിട്ട് +12 lambda -1 plus 11 lambda എന്നാവും. That is it expand the 1 minus lambda into 1 plus 2 lambda plus lambda square minus 1 plus 11 lambda equal to 0. It is 1 plus 2 lambda plus 1 plus 2 lambda plus lambda square minus lambda minus 2 lambda square minus lambda cube minus 1 plus 11 lambda equal to 0. ഈ 1 മൈനസ് 1 ക്യാൻസൽ ആവും. പിന്നെ എല്ലാ ടേമിലും ലാംഡ കോമൺ ഉണ്ടാവും, അതായത് 2 ലാംഡ. ഇനി ലാംഡയുടെ ടേം മുതൽ നമുക്ക് എഴുതി വെക്കാം. 11 ലാംഡ പ്ലസ് 13 ലാംഡ പ്ലസ് 12 ലാംഡ ഉണ്ടാവുക, 12 ലാംഡ. ഇനി ലാംഡ സ്ക്വയറിന്റെ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ, ഇനി ലാംഡ മൈനസ് ലാംഡ ക്യൂബ് ഈക്വൽ ടു 0. ദിസ് ലാംഡ ഇൻറ്റു minus lambda minus lambda square equal to 0. That is lambda equal to 0 or lambda square plus lambda minus 12 equal to 0. Let minus 1 multiply the quadratic equation akale lambda equal to -1 plus minus root of b square minus or ഇത് എന്താ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. കാരണം പ്രൊഡക്റ്റ് 12ഉം -12ഉം സമ 1ഉം തമ്മിലെ രണ്ട് നമ്പർ പറഞ്ഞാല് 4 and -3. 4 into -3 എത്ര വരും? -12. 4 plus -3 എത്ര വരും? +1 വരും. അത് ചെയ്യാൻ എളുപ്പമാണ്. ലാംഡ +4 into ലാംഡ -3 0. That is lambda equal to -4 and +3. From here lambda equal to 0. So eigenvalues are lambda equal to 0, -4 and 3, and corresponding eigenvectors can be calculated. So lambda equal to 0 ക്ക് corresponding ആയിട്ടുള്ള eigenvalue നോക്കുക. എന്തായിരുന്നു നമ്മളുടെ മെട്രിക്സ് A? നമ്മുടെ മെട്രിക്സ് A എന്ന് പറഞ്ഞാല് 1 2 1 6 -1 0 -1 -2 -1 ആണ്. അപ്പോൾ eigenvalue 0 case 1 we take as lambda equal to 0 as case 1. Therefore this into x1 x2 x3 equal to 0 ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ മെട്രിക്സ് സിംപ്ലിഫൈ ചെയ്യാം. ഈ മെട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? 1 2 -1 6 -1 0 -1 -2 -1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ R2 gives R2 minus 6R1, R3 gives R3 plus R1 ചെയ്യുക. അപ്പോൾ തന്നെ ലാസ്റ്റ് റോ ഡിലീറ്റ് ആവും തോന്നുന്നു, നോക്കാം. ഓക്കെ, 1 2 1 ആണ്, 6 minus, okay. R2 gives R3 minus 6R1. About 6 minus 6 1 2 1 6 minus 6 0 minus 1 minus 12 minus 13 minus 1 minus 12 minus 1 minus 6 into 2 minus 1 minus 12 minus 13 0 minus 6 minus 6 minus 1 plus 1 0 minus 2 plus 2 0 minus 1 plus 1 0. So this the and R2 gives R2 by -13. So this becomes
1 2 1 0 1 6 by 13 0 0 0. Again we can make R1 gives R1 minus 2 R2. Sorry, yes. The 1 2 minus 2 0 1 minus 12 by 13 by 13, right? 1 minus 12 by 13 1 by 13 അതേപോലെ 0 1 6 by 13. Now 0 0 0 into x1 x2 x3 equal to 0 0 0 എന്നാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരിക. ഇത് സോൾവ് ചെയ്താൽ എന്താണ് വരിക? ഇത് സോൾവ് ചെയ്താൽ x1 minus x1 plus 1 by 13 x3 equal to 0 x2 plus 6 by 13 x3 equal to 0. അപ്പോൾ x3 equal to 13 into k എന്നോ 13a എന്ന് കൊടുക്കുകയാണെങ്കിൽ x1 equal to minus 1 by 13 x3 that is minus a എന്ന് കിട്ടും. അതുപോലെ x2 equal to എന്നിട്ട് minus 6a എന്ന് കിട്ടും. Therefore x1 equal to അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് x1 equal to minus a minus 6a എന്നിട്ട് 13a. ഇതാണ് മൈനസ് എ പുറത്തെടുക്കുക. മൈനസ് എ ഇൻറ്റു 1 6 മൈനസ് 13 റിവേഴ്സിൽ. ഓക്കെ, the k1 equal to 1 6 minus 13 എന്നാണ് നമുക്ക് കിട്ടുക. അതേപോലെ k2 ഇതേപോലെ ലാംഡ e2 equal to മൈനസ് 4 കറസ്പോണ്ടിങ് ആയിട്ട് k2 ഇതേപോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മൈനസ് 1 2 1 കിട്ടും. k3 ചെയ്താൽ k3 ലാംഡ ഈക്വൽ ടു 3 ലാംഡ 3 ഈക്വൽ ടു 3 കറസ്പോണ്ട് ആയിട്ട് k3 ഈക്വൽ ടു 2 3 മൈനസ് 2 എന്ന് കിട്ടും. Therefore നമ്മളുടെ ആവശ്യത്തിലുള്ളൂ p ഈക്വൽ ടു x1 k1 k2 k3. What is that? p equal to k1 k2 k3 നമുക്ക് ഇവിടുന്ന് കിട്ടും 1 6 minus 13 1 6 minus 13 പിന്നെ minus 1 2 1 2 3 minus 2. This is our p and d equal to our eigenvalues 0 0 0 0 minus 4 0 0 0 3. Eigenvalues are diagonal entries and all others are 0. That is the matrix D. Then we can say that P inverse A B equal to, so that the matrix A is diagonalizable. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾ വെരിഫൈ ഒന്നും വേണ്ട. ഇതിന്റെ ഇൻവേഴ്സ് ഒക്കെ കണ്ട് വെരിഫൈ ആണെങ്കിലൊക്കെ ഒരുപാട് ചെയ്യേണ്ടി വരും. അത്രയൊന്നും ചെയ്യേണ്ട, ഇത്ര മതി.